Dear students, we are continuing our classes on deductions from GTI. In today's class, we are studying one more section, that is section 80 CCC. Here, we are contributing amount to pension fund. നമ്മൾ പെൻഷൻ ഫണ്ടുകളിലേക്ക് പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എഴുതാൻ പറ്റുന്ന ഡിഡക്ഷനാണ് 80 CCC. ഇവിടെ അസസി എൻറ്റൈറ്റിൽ ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ മാത്രമാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് 80C ആയിരുന്ന സമയത്ത് ഇൻഡിവിജ്വലിനും HUFനും SSC എൻറ്റൈറ്റിൽ ഡിഡക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക, CCC എന്ന് പറയുന്ന സെക്ഷൻ നമുക്ക് ഇൻഡിവിജ്വലിന് മാത്രം എലിജിബിൾ ആണ്. ദെൻ ഇവിടെ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ 80C പോലെ തന്നെയാണ്. മാക്സിമം എമൗണ്ട് 1,50,000, അതായത് എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ഓർ ₹1,50,000 വിച്ച് എവർ ഈസ് ലെസ്. നമുക്ക് ഇതിലും പറയാം, നമുക്ക് എന്താണ് സെയിം തന്നെയാണ്, 1,50,000 തന്നെയാണ് മാക്സിമം എമൗണ്ട്. ഇനി ഇവിടുത്തെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ ഫണ്ടാണ്. അപ്പോൾ സാധാ പെൻഷൻ ഫണ്ടുകളെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് LIC അങ്ങനത്തെയുള്ള ഇതിലേക്കൊക്കെ നമ്മൾ പെൻഷൻ ഫണ്ടുകൾ നമ്മൾ അതിനു വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കില്ല, അത്തരം കോൺട്രിബ്യൂഷൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇത്രയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. 80 CCC പ്രകാരം നമ്മൾ സാധാ പെൻഷൻ ഫണ്ടിലേക്ക് എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എഴുതാൻ പറ്റുന്ന ഡിഡക്ഷനാണ്. ഈ ഡിഡക്ഷൻ എൻറ്റൈറ്റിൽഡ് ആയിട്ടുള്ളത് ഇൻഡിവിജ്വലിന് മാത്രമാണ്. അതേമാതിരി തന്നെ ഇതിൻ്റെ മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത്, ഡിഡക്ഷൻ എഴുതാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 1,50,000 ആണ്. Now moving to next section, that is 80 CCD. Here also there is contribution to pension fund, but it is a pension scheme of central government. അപ്പോൾ നമ്മൾ 80 CCCയിൽ നമ്മൾ പറഞ്ഞത് പെൻഷൻ ഫണ്ടിലേക്ക് നമ്മൾ പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അതേമാതിരി തന്നെ 80 CCDയിൽ നമ്മൾ പറയുന്നത് പെൻഷൻ ഫണ്ടിലേക്ക് പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് തന്നെ. പക്ഷേ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാ പെൻഷൻ ഫണ്ടിലേക്കാണ് പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ എഴുതുന്ന ഡിഡക്ഷൻ 80 CCC പ്രകാരമായിരിക്കും. അതേ സമയത്ത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ സ്കീമിലേക്കാണ് നമ്മൾ പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്കിൽ വി വിൽ ബി റൈറ്റിംഗ് ദ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80 CCD. ഇനി ഇതിൽ നമ്മൾ നോക്കേണ്ടത് എന്താ ചോദിച്ചാൽ, ഇതിൽ സെൻട്രൽ ഗവൺമെൻറ് പെൻഷൻ സ്കീമിൻ്റെ അണ്ടറിൽ വരുന്ന പെൻഷൻ സ്കീംസ് ഏതൊക്കെയെന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഇതിൽ ഫസ്റ്റ് കോളം നോക്കി നോക്കൂ. ആൻ ഇൻഡിവിജ്വൽ എംപ്ലോയ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഓൺ ഓർ ആഫ്റ്റർ 1/1/2004 ഓർ എനി അതർ എംപ്ലോയർ ഓർ എനി അതർ SSC ബീയിങ് ആൻ ഇൻഡിവിജ്വൽ. അപ്പോൾ ഈ കാറ്റഗറി ഇത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയിനെ കുറിച്ച് പറഞ്ഞു, ദെൻ സാധാ എംപ്ലോയിനെ കുറിച്ച് പറഞ്ഞു, ഇനി എംപ്ലോയി അല്ലാത്ത SSCനെ കുറിച്ച് പറയുന്നു. അപ്പോൾ അതായത് എല്ലാ SSCസിനും ഈ 80 CCD പ്രകാരമുള്ള ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുമെന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. Who has paid or deposited any amount in his account under a notified pension scheme. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിന് നോട്ടിഫൈഡ് പെൻഷൻ സ്കീമിലേക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ ഡിഡക്ഷൻ എഴുതാൻ പറ്റുക. അപ്പോൾ ഈ സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈഡ് പെൻഷൻ സ്കീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പെൻഷൻ സ്കീമുകളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നാഷണൽ പെൻഷൻ സ്കീമും അടൽ പെൻഷൻ യോജനയും. ഈ 2 സ്കീമുകളിലേക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് 80 CCD പ്രകാരമുള്ള ഡിഡക്ഷൻ നമുക്ക് ക്ലെയിം ചെയ്യാനുള്ള അവകാശമുള്ളത്. ഇനി ഈ സെക്ഷൻ 80 CCDനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പുറത്തെ സൈഡിലുള്ള കോളംസിൽ പറഞ്ഞിട്ടുള്ളത്. 80 CCD സബ്സെഷൻ 1 ഉണ്ട്, 80 CCD സബ്സെഷൻ 1B ഉണ്ട്, ദെൻ അതേമാതിരി തന്നെ 80 CCD സബ്സെഷൻ 2 ഉണ്ട്. ഇങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 80 CCD സബ്സെഷൻ 1ൽ ആദ്യം പറയുന്നത് എന്താ വെച്ചാൽ, ഇവിടെ ഇൻഡിവിജ്വലിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സാലറീഡ് ഇൻഡിവിജ്വൽ എന്നും അതർ അസസേഴ്സ് എന്നും. അതായത് ശമ്പളം വാങ്ങുന്ന എംപ്ലോയീസ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ശമ്പളം വാങ്ങുന്ന എംപ്ലോയീസിനെയാണ് ഇവിടെ സാലറീഡ് ഇൻഡിവിജ്വൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ദെൻ അതർ എംപ്ലോയീസ്, ബാക്കി വരുന്നവരെല്ലാം കൂടിയിട്ട് ഇൻ എനി അതർ കേസ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സാലറീഡ് ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മാത്രമാണെന്നൊന്നും ഇല്ല കേട്ടോ. സാധാ പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്ന ആളുകളും സാലറീഡ് ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ വ്യൂ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അവിടെ നമ്മുടെ അസസി ഒരു സാലറീഡ് ഇൻഡിവിജ്വൽ ആണ് എങ്കിൽ 80 CCD സബ്സെഷൻ 1 പ്രകാരം ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഈ എംപ്ലോയി എത്ര രൂപയാണോ പെൻഷൻ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ആ എമൗണ്ട് നമ്മൾ എഴുതും. അതേമാതിരി തന്നെ അദ്ദേഹത്തിൻ്റെ 10% ഓഫ് സാലറിയും നമ്മൾ എഴുതും, ശമ്പളത്തിൻ്റെ 10%. അപ്പോൾ ഇത് 2 എമൗണ്ടും കൂടി നമ്മൾ കമ്പയർ ചെയ്യുകയും അതിൽ ചെറിയ എമൗണ്ട് ഏതാണോ അതാണ് നമ്മൾ ഡിഡക്ഷനായിട്ട് എഴുതുന്നുണ്ടായിരിക്കുക. ഇത് സാലറീഡ് ഇൻഡിവിജ്വൽ ആണ് നമ്മുടെ SSC എങ്കിലാണ് നമ്മൾ പറയുന്നത്. ഇനി സാലറീഡ് ഇൻഡിവിജ്വൽ അല്ലാത്ത SSCs നമുക്കുണ്ടായിരിക്കാം. അതായത് ബാക്കിയുള്ള ഇൻകംസ് ഒക്കെ ഉണ്ടല്ലോ, നമുക്കറിയാം സാലറി അല്ലാതെ നമുക്ക് എന്തുണ്ട്, ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന്, ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന്, PGBP നിന്ന്, അതർ സോഴ്സിൽ നിന്നൊക്കെ വരുമാനമുള്ള ആളുകളുണ്ടായിരിക്കാം. അപ്പോൾ അത്തരം SSCസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സാലറി എന്നുള്ളത് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ നമ്മൾ നോക്കുന്നുണ്ടായിരിക്കുക SSC എത്ര രൂപയാണോ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ആ എമൗണ്ട് നമ്മൾ എഴുതും. ദെൻ
അവരുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എത്രയാണോ അതിൻ്റെ 20% നമ്മൾ എഴുതും. എന്നിട്ട് ആ രണ്ട് എമൗണ്ട്, അതായത് അസസീസ് കോൺട്രിബ്യൂഷനും 20% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം നമ്മൾ കമ്പയർ ചെയ്യുകയും അതിൽ ചെറിയ എമൗണ്ട് എത്രയാണോ അതിനെ നമ്മൾ എന്തായിട്ട് എഴുതുന്നു, ഡിഡക്ഷനായിട്ട് നമ്മൾ എഴുതുകയാണ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് സെക്ഷൻ 80D സബ്സെക്ഷൻ 1 നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അതൊന്ന് ചുരുക്കമായിട്ട് പറയുകയാണെങ്കിൽ, ഇവിടെ ഇൻഡിവിജ്വലിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, സാലറീഡ് ഇൻഡിവിജ്വൽ എന്നും സാലറീഡ് എംപ്ലോയി എന്നും അതേമാതിരി തന്നെ അതർ പേഴ്സൺസ് എന്നും. അപ്പോൾ ഇതിൽ സാലറീഡ് എംപ്ലോയി ആണെങ്കിൽ എത്ര രൂപയാണ് എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, 10% ഓഫ് സാലറി, അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കുക. അതിൽ ചെറിയ എമൗണ്ടിന് നമുക്ക് ഡിഡക്ഷൻ എഴുതാം. അതേ സമയത്ത് അതർ SSCസിൻ്റെ കേസിൽ SSC എത്ര രൂപയാണോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആ എമൗണ്ട് എഴുതുന്നു. ദെൻ 20% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം വിച്ച് എവർ ഈസ് ലെസ് ആണ് നമ്മുടെ ഡിഡക്ഷൻ എമൗണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് നമ്മൾ പോകുന്നു, അതായത് രണ്ടാമത്തെ സബ്സെക്ഷൻ, അതായത് 80 CCD സബ്സെക്ഷൻ 1B. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ 80 CCD സബ്സെക്ഷൻ 1 പറയുന്ന ഡിഡക്ഷന് പുറമെ ഒരു 50,000 രൂപ വരെ അപ് ടു ₹50,000 വരെ നമുക്ക് എന്തെഴുതാം, വീണ്ടും നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നാണ് 80 CCD സബ്സെക്ഷൻ 1Bയിൽ നമ്മൾ ക്ലെയിം ചെയ്യുന്നത്. അതായത് സെൻട്രൽ ഗവൺമെൻറ് പെൻഷൻ സ്കീമിലേക്ക് പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അസസിക്ക് 80 CCD സബ്സെക്ഷൻ 1 പറയുന്ന ഡിഡക്ഷന് പുറമെ ഒരു 50,000 രൂപ വരെ കൂടി എന്തെഴുതാം, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഇനി മൂന്നാമത്തെ സബ്സെക്ഷനിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഇവിടെ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനെ കുറിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് എംപ്ലോയി ഇത്ര പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതേ എമൗണ്ട് തന്നെ എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പൈസ എത്രയാണോ നോക്കുക, അതേമാതിരി തന്നെ 10% ഓഫ് സാലറി ഓഫ് ദ എംപ്ലോയി നോക്കുക. അതിൽ വിച്ച് എവർ ഈസ് ലെസ് എന്താണോ അതാണ് നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റുക, 80 CCD സബ്സെക്ഷൻ 2 പ്രകാരം നമുക്ക് ഡിഡക്ഷൻ എഴുതാൻ പറ്റും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള സെക്ഷൻ ഉണ്ട് 80 CCE. അപ്പോൾ ഈ 80 CCEയിൽ പറയുന്ന സമയത്ത് അതിൽ നമ്മൾ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ആദ്യം അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്താലേ മനസ്സിലാവുള്ളൂ. ഇവിടെ 80 CCEയിൽ പറയുന്നത് എഗ്രിഗേഷൻ ഓഫ് 80C, CCC ആൻഡ് CCD, അതായത് 80Cയും 80Cയും 80CCCയും 80CCDയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 1.5 ലക്ഷം ആവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ലിമിറ്റ് ചെയ്യുകയാണ് സെക്ഷൻ 80 CCEയിൽ പറയുന്നത്. ഇവിടെ 80 CCD എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കണം, 80 CCDക്ക് നമുക്കറിയാം 3 സബ്സെക്ഷൻസ് ഉണ്ട്. ഇതിൽ 80 CCD സബ്സെക്ഷൻ 1 മാത്രമേ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതായത് മാക്സിമം പെർമിസിബിൾ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C, 80 CCC ആൻഡ് 80 CCD സബ്സെക്ഷൻ 1 ഈസ് rupees 1,50,000. അതായത് 3 എമൗണ്ടും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്രയാവാൻ പാടുള്ളൂ എന്ന് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നു, 1.5 ലക്ഷം ആവാൻ പാടുള്ളൂ ലിമിറ്റ് ചെയ്യുകയാണ് 80 CCEയിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം നമുക്ക് നേരത്തെ എന്താ നമ്മൾ പഠിച്ചത്, ഇതിലെ മൂന്നാമത്തെ സബ്സെക്ഷൻ 80 CCDയിലെ ലാസ്റ്റ് പോയിന്റ് നോക്കി നോക്കൂ. ഹൗവർ ദ ലിമിറ്റ് ഓഫ് ₹1,50,000 അണ്ടർ സെക്ഷൻ 80 CCE ഡസ് നോട്ട് അപ്ലൈ ടു ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80 CCD സബ്സെക്ഷൻ 2 ആൻഡ് 80 CCD സബ്സെക്ഷൻ 1B. അതായത് 80Cയും 80 CCCയും കൂട്ടണേൻ്റെ കൂടെ നമ്മൾ കൂട്ടേണ്ടത് 80 CCD സബ്സെക്ഷൻ 1 മാത്രമേ നമ്മൾ കൂട്ടാൻ പാടുള്ളൂ. ബാക്കി പറയുന്ന സബ്സെക്ഷൻ 1Bയോ സബ്സെക്ഷൻ 2ഓ നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സെക്ഷൻ 80 CCD. 80 CCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് പെൻഷൻ സ്കീമാണെന്ന് മനസ്സിലാക്കുക. അതിന് 3 സബ് ഡിവിഷൻസ് ഉണ്ട്, സബ്സെക്ഷൻസ് ഉണ്ട്. സബ്സെക്ഷൻ 1 ഉണ്ട്, സബ്സെക്ഷൻ 1B ഉണ്ട്, സബ്സെക്ഷൻ 2 ഉണ്ട്. അപ്പോൾ 1 പറയുന്നത് എംപ്ലോയേഡ് ആയിട്ടുള്ള ആളാണെങ്കിലും അല്ലെങ്കിൽ അതർ അസസീസ് ആണെങ്കിൽ എത്ര രൂപ നമുക്ക് ഡിഡക്ഷൻ എഴുതാമെന്ന് പറയുന്നു. ദെൻ സബ്സെക്ഷൻ 1Bയിൽ ഒരു അഡീഷണൽ ആയിട്ട് അപ് ടു ₹50,000 വരെ ഡിഡക്ഷൻ എഴുതാമെന്ന് പറയുന്നു. എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പൈസയ്ക്ക് ഡിഡക്ഷൻ എഴുതാമെന്ന് പറയുന്നത് സബ്സെക്ഷൻ 2ലാണ്. അപ്പോൾ അത്രയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഉള്ളൂ. നമ്മൾ ഓൾറെഡി കണ്ടു 80 CCE. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, അപ്പോൾ നമുക്കറിയാം 80Cയിൽ നമ്മൾ 1.5 ലക്ഷം എഴുതിയായിരുന്നു, 80 CCCയിൽ 1.5 ലക്ഷം എഴുതിയായിരുന്നു. ദെൻ 80 CCDയിൽ നമ്മൾ എങ്ങനെയാണോ ഡിഡക്ഷൻ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്തിരുന്നത്, എന്നിട്ട് ആ എമൗണ്ടാണ് നമ്മൾ എഴുതിയിരുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ ഈ 3 എമൗണ്ടും കൂടിക്കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് എമൗണ്ട് ആവുമെന്ന് ഇൻകം ടാക്സുകാർക്ക് അറിയാം. കാരണം ഓരോന്നിലും 1.5 ലക്ഷം വെച്ചിട്ട് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഇതിനെ എങ്ങനെ നമുക്ക് മാക്സിമം എമൗണ്ട് പെർമിസിബിൾ ഡിഡക്ഷനായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് ഇത് 3 സെക്ഷൻസും കൂടിക്കഴിഞ്ഞാൽ, അതായത് 80Cയും CCCയും 80 CCD സബ്സെക്ഷൻ 1ഉം കൂടിക്കഴിഞ്ഞാൽ എത്രയാവാൻ പാടുള്ളൂ, 1.5 ലക്ഷം രൂപയാണ് ആവാൻ പാടുള്ളൂ. ഇനി ഈ 80
CCEക്ക് പുറമെ നമുക്ക് എന്തെഴുതാം, IB പ്രകാരം പറയുന്ന 50,000 രൂപ അപ് ടു ₹50,000 വരെ നമുക്ക് പറയുന്നത് നമുക്ക് അഡീഷണലായിട്ട് എഴുതാം. അതേമാതിരി തന്നെ പറയുന്നത് 80CCD സബ്സെക്ഷൻ 2 പ്രകാരം എംപ്ലോയർ എത്ര രൂപയാണോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് അതും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിഡക്ഷനായിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാം. അവിടെ പറയുന്ന ഒരു കണ്ടീഷനും കൂടി ഉണ്ട്, അത് 1.5 ലക്ഷം ലിമിറ്റിനേക്കാൾ കൂടുതലാവാൻ പാടില്ല. അതായത് 1.5 ലക്ഷം രൂപയുടെ ഉള്ളിലാണ് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളതെങ്കിൽ അത് നമുക്ക് അഡീഷണൽ ഡിഡക്ഷനായിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ കാര്യമായിട്ട് പഠിക്കേണ്ട സെക്ഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ 3 സെക്ഷൻസാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, CCC, CCD, CCE. അപ്പോൾ ഇതിൽ നമ്മൾ CCDനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കി വെക്കേണ്ടത്. പിന്നെ ക്വസ്റ്റ്യനിൽ ഒരിക്കലും 80CCEനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കില്ല, ബാക്കിയുള്ള സെക്ഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. ഈ 3 സെക്ഷൻസും വന്നു കഴിഞ്ഞാൽ അതിൽ അല്ലെങ്കിൽ 1 or 2 സെക്ഷനായാലും കുഴപ്പമില്ല, സിയും CCCയും മാത്രം വന്നാലും മതി, അല്ലെങ്കിൽ സിയും CCDയും മാത്രം വന്നാൽ മതി, അല്ലെങ്കിൽ CCCയും CCDയും മാത്രം വന്നാൽ മതി, എങ്ങനെയായാലും കുഴപ്പമില്ല. ഈ 3 എണ്ണം കൂടി കൂടിയിട്ട് 1.5 ലക്ഷം ആവാൻ പാടുള്ളൂ എന്ന് നമ്മൾ CCE വെച്ച് നമ്മൾ ലിമിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോബ്ലം നോക്കി നോക്കാം. During the financial year 2020-21, റാം ഡെപ്പോസിറ്റ് ദി എമൗണ്ട്സ് ആസ് അണ്ടർ. നമ്മുടെ അസസി രാമാണ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ്, അദ്ദേഹം ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞത്. ആകെ 2 ഐറ്റംസേ പറയുന്നുള്ളൂ കേട്ടോ. പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് 90,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഡക്ഷൻ കിട്ടുക 80C പ്രകാരം എഴുതാൻ പറ്റും നമുക്ക്. ഇനി നെക്സ്റ്റ് പെൻഷൻ സ്കീം ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. പെൻഷൻ സ്കീം ഓഫ് സെൻട്രൽ ഗവൺമെൻറ് 80CCD പ്രകാരം നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അറ്റ് ദ റേറ്റ് ഓഫ് 15% ഓഫ് ഹിസ് സാലറി ₹1,50,000. എന്താ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൻ്റെ 15% എത്രയും 1.5 ലക്ഷം രൂപ. എങ്ങനെ, ടോട്ടൽ സാലറി അല്ല ഇവിടെ തന്നെ, ശമ്പളത്തിൻ്റെ 15% എന്ന് പറയുന്നത് 1.5 ലക്ഷം രൂപയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, സാലറി കണ്ടുപിടിക്കണം അല്ലേ. നമുക്ക് ഇന്നാലല്ലേ നമുക്ക് സാലറിയുടെ എംപ്ലോയി ആണെങ്കിൽ എത്ര രൂപ എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്തു, അതിന് 10% ഓഫ് സാലറി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ ശമ്പളത്തിൻ്റെ 15% 1.5 ലക്ഷം രൂപയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സാലറി എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, 1,50,000 ഇൻറ്റു 100/15 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സാലറി കിട്ടും. ഇനി ആ ടോട്ടൽ സാലറിയുടെ എത്രയാണ് നമ്മൾ കണക്കാക്കുന്നത്, 10% ആണ് നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. എ മാച്ചിങ് കോൺട്രിബ്യൂഷൻ ഈസ് ഡൺ ബൈ ദ എംപ്ലോയർ. അത് നമുക്ക് സബ്സെക്ഷൻ 80CCD സബ്സെക്ഷൻ 2 പ്രകാരം നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതിൽ കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിഡക്ഷൻ അവൈലബിൾ ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം നമ്മൾ ആദ്യം എഴുതി. എന്നിട്ട് ആകെ 2 ഐറ്റംസേ ഉള്ളൂല്ലോ. അതിൽ ഫസ്റ്റ് ഐറ്റം ഏതാ, പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതിന് നമുക്ക് സെക്ഷൻ 80C പ്രകാരം നമുക്ക് 90,000 രൂപ നമ്മൾ എഴുതി. ഇനി നെക്സ്റ്റ് പെൻഷൻ സ്കീം ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ആണ്, അത് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80CCD ആണ്. അപ്പോൾ 80CCD സബ്സെഷൻ 1 പ്രകാരം, അതിൽ 3 സബ്സെഷൻസും നമ്മൾ നോക്കണം കേട്ടോ. സബ്സെഷൻ 1 പ്രകാരം നമ്മൾ എങ്ങനെ നോക്കും, എംപ്ലോയി എത്ര രൂപയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 1.5 ലക്ഷം എന്ന് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ദെൻ വി ഹാവ് ടു കാൽക്കുലേറ്റ് 10% ഓഫ് സാലറി. ഇവിടെ 10% ഓഫ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അറിയണം ടോട്ടൽ സാലറി എത്രയും നമുക്കറിയണം. അപ്പോൾ ടോട്ടൽ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ലക്ഷം എന്ന് പറയുന്നത് 15% ഓഫ് സാലറി ആണ് എങ്കിൽ ടോട്ടൽ സാലറി ഈക്വൽ ടു 1,50,000 ഇൻറ്റു 100/15 ആണ്. ദാറ്റ് ഈസ് 10 lakh rupees ആണ് ടോട്ടൽ സാലറി. അപ്പോൾ ആ ടോട്ടൽ സാലറിയുടെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയാണ് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 1.5 ലക്ഷം രൂപയും 1 ലക്ഷം രൂപയും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. എന്നിട്ട് അതിൽ ചെറിയ എമൗണ്ടിനെ നമുക്ക് ഡിഡക്ഷനായിട്ട് എഴുതാം, അതാണല്ലോ പറയുന്നത്. അപ്പോൾ നമ്മൾ 1 lakh എഴുതി. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, നമുക്കിങ്ങനെ ഒന്നിലധികമായിട്ട് സെക്ഷൻസ് സി ആയിട്ട് ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്തിലേക്ക് ലിമിറ്റ് ചെയ്യണം, 80CCEയിലേക്ക് നമ്മൾ ലിമിറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ലിമിറ്റ് ചെയ്യുന്ന സമയത്ത് 90,000 + 1 lakh, അതാണല്ലോ 80CCD സബ്സെക്ഷൻ 1 മാത്രമല്ലേ നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 1,90,000 രൂപ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 1,90,000 നമുക്ക് എലിജിബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, റെസ്ട്രിക്റ്റഡ് ടു ₹1,50,000 അണ്ടർ സെക്ഷൻ 80CCE. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ 1,50,000 നമ്മൾ എടുത്തെഴുതി. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് 1,50,000 മുതൽക്കാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് 1,90,000 കാൽക്കുലേഷൻ നമുക്ക് വേണ്ട. നമ്മൾ ആദ്യം ഇത് രണ്ടും കൂടി കൂടിയിട്ട് എത്ര തുകയുണ്ട് എന്ന് നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം അത് 1,50,000 കൂടുതലാണ് എങ്കിൽ നമ്മൾ ഏതിലേക്ക് ലിമിറ്റ് ചെയ്തു, 1,50,000 നമ്മൾ ലിമിറ്റ് ചെയ്തു. ഇനി നമുക്കറിയാം അഡീഷണൽ ഡിഡക്ഷൻസ് ഉണ്ട് അല്ലേ. ഏത് പ്രകാരം,
IB പ്രകാരം സബ്സെക്ഷൻ 2 പ്രകാരം നമുക്ക് അഡീഷണൽ ഡിഡക്ഷൻസ് എഴുതാൻ പറ്റും. ഇവിടെ അഡീഷണൽ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80 CCD സബ്സെക്ഷൻ 1B പ്രകാരം നമ്മൾ 50,000 രൂപ വരെ നമ്മൾ എഴുതി. അപ്പോൾ നമ്മൾ എമൗണ്ട് കോളത്തിൽ 50,000 എഴുതി. ദെൻ രണ്ടാമത്തത് അവിടെ എഴുതണം കേട്ടോ, സെക്ഷൻ എഴുതിയിട്ടില്ല ഞാനത്, അതിൽ നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ സെക്ഷൻ എഴുതാം. അണ്ടർ സെക്ഷൻ 80 CCD സബ്സെക്ഷൻ 2 അത് പ്രകാരം നമ്മൾ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ അപ് ടു 10% ഓഫ് സാലറിയാണ് പറയുന്നത്. അതായത് 10% ഓഫ് സാലറി നമ്മൾ ഓൾറെഡി നമ്മൾ നേരത്തെ സബ്സെക്ഷൻ 1 വേണ്ടി കണ്ടുപിടിച്ച് വെച്ചിട്ട് 1 ലക്ഷം രൂപ ആണ്. അപ്പോൾ ആ 1 ലക്ഷം രൂപ നമ്മൾ എഴുതി. അതായത് എംപ്ലോയി എത്ര രൂപയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത് അത് തന്നെയാണല്ലോ എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യാം. 1 lakh എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ 1,50,000 50,000 1 ലക്ഷം കൂടി കൂട്ടുന്നു. അതാണല്ലോ നമ്മുടെ ഡിഡക്റ്റബിൾ എമൗണ്ട്, നമുക്ക് പെർമിറ്റ് ചെയ്തിട്ടുള്ള ഡിഡക്റ്റബിൾ എമൗണ്ട്. ഇത് 3 കൂടി കൂട്ടുമ്പോഴാണ് ദാറ്റ് ഈസ് 3 lakh. പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ, നല്ല ശ്രദ്ധിച്ച് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.